ഹരേ കൃഷ്ണ. ഇന്ന് നവരാത്രിയുടെ 8ാം ദിനമാണ്. 8ാം ദിനത്തിൽ ദേവി ആദിപരാശക്തിയെ നമ്മൾ മഹാഗൗരിയുടെ രൂപത്തിലാണ് ആരാധിക്കാറുള്ളത്. ആരാണ് ദേവി മഹാഗൗരി? ദേവി ആദിപരാശക്തിയുടെ കാളരാത്രി അവതാര ലക്ഷ്യപൂർത്തീകരണത്തിന് ശേഷം ദേവിയുടെ ആ ഭാവം കാണുന്ന എല്ലാ ദേവന്മാർക്കും അസുരന്മാർക്കും കൈലാസ നിവാസികൾക്കൊക്കെ ദേവിയോട് വല്ലാത്ത ഭയം തോന്നുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ദേവിയുടെ സമീപം ആരും തന്നെ ചെല്ലാതെയായി. അപ്പോ ദേവിക്ക് തന്നെ തോന്നിത്തുടങ്ങി ദേവിയുടെ പഴയ ആ സൗന്ദര്യമേറിയ ആ സൗമ്യമായ ഭാവത്തിലേക്ക് തിരിച്ചു വരണമെന്ന്. എത്ര ശ്രമിച്ചിട്ടും ദേവിക്ക് അത് സാധിച്ചില്ല. അങ്ങനെ ദേവി ബ്രഹ്മദേവനെ തപസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ബ്രഹ്മദേവൻ ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷനായി ദേവിക്ക് ഒരു ഉപദേശം നൽകുകയുണ്ടായി. അതായത് മാനസ സരോവരത്തിൽ പോയി സ്നാനം ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ദേവി മാനസ സരോവരത്തിൽ പോയി സ്നാനം ചെയ്ത് ദേവിയുടെ അതിമനോഹരമായ അവതാരത്തിലേക്ക് വീണ്ടും വന്നു. അങ്ങനെ മഹാഗൗരി എന്ന പേരും ലഭിച്ചു ദേവിക്ക്. മഹാഗൗരി എന്ന പേരിന് തന്നെ അർത്ഥം പ്രഭയേറിയത്, ശുദ്ധമേറിയത് എന്നൊക്കെയാണ്. അപ്പോൾ ഏവർക്കും ദേവി മഹാഗൗരിയുടെ അനുഗ്രഹം പ്രാപ്തമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും നല്ലൊരു നവരാത്രി.